അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ചിന്നുവിനെ കാണാൻ വേണ്ടി ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനു മുമ്പ് തന്നെ ചിന്നുവിനോട് വിളിച്ച് പറഞ്ഞിരുന്നു, ചിന്നു ഞാൻ നിന്നെ ഒന്ന് കാണാൻ വരുന്നുണ്ട്, നീ എൻ്റെ കൂടെ പുറത്തേക്ക് വായോ, എനിക്കൊന്ന് നിന്നോട് സംസാരിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. ശരി എന്ന് ചിന്നു പറയണം. അതിനുശേഷം ചന്ദ്രകാന്തത്തിൻ്റെ പുറത്ത് വന്നിട്ട് അർച്ചന വിളിക്കുകയാണ് ചിന്നുവിനെ, ആ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ചിന്നു പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വിജയശങ്കർ അത് കാണുകയാണ്. നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ വന്ന് നിൽക്കുന്നുണ്ട്, അമ്മയുടെ കൂടെ ഞാനൊന്ന് പുറത്ത് പോവുകയാണ് എന്ന് പറയും. അപ്പോൾ വിജയശങ്കരൻ പറയും, പറ്റില്ല, നിൻ്റെ അമ്മയ്ക്ക് കാണണമെന്നുണ്ടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ വരിക, ഇവിടെ വന്നിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നീ പുറത്ത് പോകാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചന്ദ്രയും അങ്ങോട്ടേക്ക് വരും. നീ ഇവിടെയാണ് ഇരിക്കുന്നത്, നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കണം, അല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറയും. അതെല്ലാം അർച്ചന കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അർച്ചനയ്ക്ക് ആകെ മൊത്തം വിഷമത്തിലാകുകയാണ്. അർച്ചന അതിന് ശേഷം ശരി മോളെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു ആകെ രമ്യയും മൂന്നിനെയും കാണുന്നില്ല കേട്ടോ. അവർ ആശുപത്രിക്ക് പോവുകയാണ്. മൂന്നിന് എന്തായാലും നാളെ പോവാമെന്ന് പറഞ്ഞല്ലോ, അതനുസരിച്ചിട്ട് ആശുപത്രിക്ക് പോയിരിക്കുകയാണ് കേട്ടോ. മഞ്ജുവിന് ഭയങ്കര ആദിയാവുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ രമ്യയ്ക്ക് മറ്റേ കുഞ്ഞായാലോ, അമ്പാട്ട് കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് രുക്കുവിനോട് പറയണം, രുക്കു നീ അറിഞ്ഞ ഒരു കാര്യം, രമ്യയ്ക്ക് കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്, അതിനു മുമ്പേ നിനക്കൊരു കുഞ്ഞാവണം എന്നിങ്ങനെ മഞ്ജു രമ്യയുടെ കാര്യം പറഞ്ഞിട്ട് രുക്കുവിനോട് ഇങ്ങനെ പറയണം കേട്ടോ. രുക്കു മഞ്ജുവിന് ഭയങ്കര ആദിയാവുകയാണ്. ഇനി രമ്യ പോയിരിക്കുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനോ എന്തിനെങ്കിലും എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് രുക്കു ആകെ വിഷമത്തിലാവുകയാണ് കേട്ടോ. അതേസമയം അർച്ചനയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കേട്ടോ. ചിന്നു സംസാരിക്കാതിരിക്കണ കാരണം കൊണ്ട് അർച്ചന നേരെ ദീപ്തിയോട് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് നീ മാറ്റിയെടുക്കാതെ ഒരിക്കലും ശരിയാവില്ല, അതെന്താണെന്നുള്ളത് നീ ആദ്യം അറിയണം, JKയെ കുറിച്ചിട്ട് എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് മാറ്റണം എന്നിങ്ങനെ ദീപ്തി അർച്ചനയോട് പറയുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?